നിങ്ങളുടെ ഇഷ്ട പരമ്പരകളുടെ മുഴുവൻ എപ്പിസോഡുകളും ടെലികാസ്റ്റിന് ശേഷം എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ കാണൂ. ഇന്ത്യൻ ഉപഭോക്താക്കൾക്ക് മാത്രം സൗജന്യം. ഈ കുടുംബം കൂട്ടിച്ചേർത്ത് കൊണ്ടുപോകാനായിട്ട് അച്ഛനമ്മമാര് പെടാപ്പാട് പെടുന്ന എങ്ങനെയാണെന്ന് മനസ്സിലാക്കണം. എൻ്റെ അച്ഛനത് നേരിട്ട് കണ്ടിട്ടുണ്ട്. അച്ഛൻ്റെ കഷ്ടപ്പാടുകൾ ഞാനും. കഷ്ടപ്പാടുകളെന്ന് പറയുന്നത് പണമില്ലായ്മ മാത്രമല്ല സ്നേഹ, ബന്ധങ്ങൾ പിരിയാതെ നിർത്താനും അതേ കഷ്ടപ്പാടുകളും ഉണ്ട്. ഞാനും പൂജയും ഈ വീട് വിട്ട് എങ്ങോട്ടുമില്ല. അച്ഛമ്മയ്ക്ക് എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിലും അച്ഛൻ അമ്മ തന്നെയാണല്ലോ. അച്ഛമ്മയില്ലാത്തൊരു ജീവിതം അച്ഛൻ ആലോചിക്കാൻ പോലും പറ്റില്ല. അച്ഛനെ വിട്ട് അമ്മയ്ക്കും മറ്റൊരു ജീവിതം ഇല്ലെന്നറിയാലോ. അവരെ ഒഴിവാക്കി ഞങ്ങൾ എങ്ങോട്ട് പോകാനാ? ഇപ്പോഴത്തെ കാറ്റും കോളും ഇതൊക്കെ അവസാനിക്കും. ഈ അർജുൻ സാർ അവസാനിപ്പിക്കും. എല്ലാ തിരയും ഒടുങ്ങി കഴിയുമ്പോൾ അർജുനായിട്ട് നിങ്ങളെ വിളിക്കും. അത് നിങ്ങൾ തിരിച്ചു വരണം. ആ ഉറപ്പ് നിങ്ങൾ എനിക്ക് തരണം. ഏട്ടനെ തനിയാക്കി പോകണം തോന്നുന്നുണ്ടോ? അങ്ങനെ പോവാന്ന് വിചാരിച്ചാലും നിന്നെ കൊണ്ട് കഴിയോടാ. എവിടെയാ താമസം എന്നറിയും. ഞാനും പൂജയും വരാം. ഇനി ദത്തനങ്ങളുടെ വീട്ടിലാണെങ്കിലും എനിക്ക് സന്തോഷവും. ഒരു തരത്തില് അതാണ് വേണ്ടത്. പെട്ടെന്ന് തനിയായി പോയിന്ന് തോന്നില്ല. അല്ല, അമ്മയോട് പറഞ്ഞു? പറഞ്ഞു. അമ്മയും പറഞ്ഞത് പൊയ്ക്കോളാനാ. മക്കളെ, ഇനി വൈകണ്ട. 10 മുതൽ രാഹുകാല. എന്നാ രാഹു വഴിയും കളയണ്ട. ചെല്. നീ തൽക്കാലത്തെ ഒരു മനസ്സമാനത്തിന് വേണ്ടി മാറി നിൽക്കുന്നേ ഉള്ളൂ. അല്ലാതെ ഞങ്ങളെ ഉപേക്ഷിച്ചു പോകുന്നല്ല. അല്ലെങ്കിൽ സ്നേഹം പറയട്ടെ, അല്ലേ മോളെ? സോറി സർ, ഞാൻ സങ്കടപ്പെടുത്തിങ്ങി പൊറുക്കണം. എനിക്കിനി പറ്റാത്തോണ്ട. എന്തായാലും സങ്കടപ്പെടുത്തിയെന്ന് ഞാൻ പറഞ്ഞു. ഇറങ്ങുമ്പോ ചിരിച്ചിട്ട് ഇറങ്ങാൻ നോക്ക്. കണ്ണീര് തുടക്കി. ചെല്ലു ചെല്ലു. എന്തിനു ഞങ്ങളുണ്ടാവും ഒപ്പം. ഞങ്ങൾ ധൈര്യമായിട്ട് പോ. ഇറങ്ങട്ടെ.
അമ്മേ, അമ്മ മനസ്സിൽ കാണുമ്പോ മാധുരി ചേച്ചി മാനത്ത് കാണും. ഇപ്പൊ എന്തായി? അമ്മയുടെ പ്ലാൻ മുഴുവനും പൊളിഞ്ഞില്ലേ? നീ ഒന്ന് തെളിച്ചു പറ മധു. അഖിലിനെ ആ പെണ്ണിനെ മാധുരി ചേച്ചി ഇല്ലം കിടത്തി. ഇല്ലം കടത്തിയോ? ആ, പെട്ടിയും കിടക്കയൊക്കെ ആയി അഖിലിനെ ആ പെണ്ണിനെ മാധുരി ചേച്ചി അർജുനും പൂജയും ചേർന്ന് യാത്രയാക്കി. എങ്ങോട്ട്? ആർക്കറിയാം. ഇനിയിപ്പൊ അനുക്കുട്ടി പ്രസവം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോഴേക്കും സ്നേഹ ഗർഭിണിയാവും. അതിനുവേണ്ടി മനഃപൂർവ്വം നടത്തിയ പരിപാടിയത്. അനുമോളുടെ പ്രസവം കഴിയും വരെ അഖിലും അവളും തമ്മിൽ യാതൊരു ബന്ധവും പാടില്ലെന്ന് നമ്മള് പറഞ്ഞല്ലേ? അമ്മ ഇവിടെ ഇന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? അനുസരിക്കണോ വേണ്ടയോ എന്ന് അവരല്ലേ തീരുമാനിക്കുന്നേ. മാധുരിയാണോ അവരെ പറഞ്ഞയച്ചത്? ഞാൻ എന്റെ കണ്ണോട് കണ്ടതല്ലേ എല്ലാവരും കൂടി യാത്രയാക്കുന്നത്. ആഹാ, എന്നൊന്ന് അറിയണമല്ലോ. ആ, അമ്മേ, തൃപ്തിയായി അമ്മയ്ക്ക്? എന്റെ മകനെ ഈ വീട്ടിൽ നിന്ന് ഓടിച്ചപ്പോ അമ്മയ്ക്ക് തൃപ്തിയായോന്ന്? നിന്റെ മകനെ ഞാൻ ഓടിച്ചെന്നു. ഞാനെപ്പോഴും അവനോട് ഇവിടെ ഒന്ന് പോകാൻ പറഞ്ഞത്? എന്തിനാ അമ്മ അവനോട് പറയുന്നേ? അവൻ വിവാഹം കഴിച്ചോണ്ട് വന്ന പെൺകുട്ടിയോട് അമ്മ എന്താ പറഞ്ഞേ? അവളുടെ ജീവിതം നരവാക്കുമെന്ന് പറയാൻ അമ്മയ്ക്ക് എന്താ അർഹതയുള്ളേ? അവൾ എന്ത് തെറ്റാ അമ്മയോട് ചെയ്തേ? നിക്ക് പറഞ്ഞു കേറാൻ വരട്ടെ. ആര് വിവാഹം കഴിച്ചു കൊണ്ടുവന്നാ നീ പറയുന്നേ? ഈ കുടുംബവും ആ പെണ്ണിന്റെ കുടുംബവുമായിട്ട് എന്തെങ്കിലും വിവാഹാലോചന നടത്തിയിട്ടുണ്ടോ? കല്യാണം നടത്തിയിട്ടുണ്ടോ? കുടുംബത്തിന്റെ കാര്യം പോട്ടെ, നീയും എന്റെ മകനും അറിഞ്ഞാണോ ഈ കല്യാണം നടന്നത്? പിന്നെ അവളോട് പറഞ്ഞാണെങ്കിൽ അത് ഇനിയും ഞാൻ പറയും. എന്റെ പേരക്കുട്ടിയുടെ ജീവിതം ഇങ്ങനെ ആയതേ നിന്റെ 2 മരുമക്കളും കാരണമാ. അത് ഞാൻ ഇനിയും പറയും, ആരുടെ മുന്നിലും പറയും. എന്താധാരം അത് പറയാൻ അമ്മയ്ക്കുള്ളത്? അമ്മ ഒക്കത്തെടുത്ത് വെച്ചിട്ടുണ്ടല്ലോ ഒരു പേരക്കുട്ടിയെ. അവളോട് എന്ത് തെറ്റാ എന്റെ മരുമക്കള് ചെയ്തത്? അവള് പൂജയോട് കാണിച്ചതിന്റെ 100-1 പൂജ അവളോട് തിരിച്ചു ചെയ്തിട്ടുണ്ടോ? പൂജയുടെ മഹത്വം ഒന്നും നീ എന്നോട് പറയണ്ട. അവളുടെ ചെയ്ത്ത് മുഴുവൻ രഹസ്യമായിട്ടാ. എല്ലാവരുടെ മുന്നിലും നല്ലവിള ചമഞ്ഞ് അവസാനം എന്റെ മോളെ അവള് ജയിലിലാക്കിയല്ലോ. ഓ, എന്തൊരു സ്നേഹപ്രകടനമായിരുന്നു. അമ്മയെന്ന് വിളിച്ച് അവളുടെ അടുത്ത് കൂടിയപ്പോഴേ ഞാൻ വിചാരിച്ചതാ ഇതെന്തോ കോടാലി വരാനുള്ളതാന്ന്. അതിങ്ങനെ ഒന്നും ഞാൻ വിചാരിച്ചില്ല. ഇല്ലാവചനം പറഞ്ഞുണ്ടാക്കരുത് അമ്മേ. ആ പൂജ ഉള്ളത് കൊണ്ടാ അമ്മയുടെ മകള് കാലങ്ങൾക്ക് ശേഷം തിരിച്ചു വന്നത്. അത് മറക്കല്ലേ. അങ്ങനെ വിചാരിച്ച് ഞാനും സന്തോഷിച്ചതാ ഒരിക്കലും. പക്ഷേ അതിന്റെ പിന്നില് ഇങ്ങനൊരു കുടിലബുദ്ധി ഉണ്ടാവുന്ന എനിക്ക് ഊഹിക്കാൻ പോലും പറ്റിയില്ല. അമ്മേ, ഇങ്ങനെ കണ്ണി ചോരയില്ലാതെ സംസാരിക്കല്ലേ. അമ്മ പറയുന്നതാണോ കുറ്റം? അവരൊക്കെ ചെയ്യുന്നതിൽ ഒരു കുറ്റം കാണാൻ പറ്റുന്നില്ലേ മാധുരി ചേച്ചിക്ക്? അഖില് കാണിച്ച തോന്നിവാസത്തെ പറ്റി മാധുരി ചേച്ചി എപ്പോഴെങ്കിലും ഒന്ന് ആലോചിച്ചിട്ടുണ്ടോ? ഒരു പെണ്ണിനെ ഗർഭം ഉണ്ടാക്കിയിട്ട് വേറൊരു പെണ്ണിനെ കൊണ്ട് വീട്ടിൽ വന്ന് താമസിക്കുന്ന വൃത്തികേട് വേറെ ആരെങ്കിലും ചെയ്തിട്ടുണ്ടോ? അപ്പോഴേ ആ പെണ്ണിനെ അടിച്ച് പുറത്താക്കണ്ടായിരുന്നു അമ്മ. അത് ചെയ്യാതെ സത്യം തെളിയും വരെ ഇവിടെ താമസിക്കാൻ സമ്മതിച്ചത് അമ്മയുടെ മഹാമനസ്കത. എന്നിട്ടിപ്പം എന്തായാലും സത്യം പുറത്തു വരാൻ തുടങ്ങുന്നായപ്പോ അനുകുട്ടിയെ കാണാനുമില്ല. അപ്പോ ഇതൊക്കെ ചെയ്തത് എന്റെ മക്കളാണെന്നാണോ നീ പറഞ്ഞു വരുന്നത്?